കാരണം പാരമ്പര്യമായി തലമുറകൾ കൈമാറി വന്ന സ്വത്താ ഇത്. ഇതുപോലെ സന്തോഷമുള്ള ദിവസങ്ങളിൽ ഞാനിത് പുറത്തെടുക്കും. സത്യസന്ധമായി തലമുറകൾ കൈമാറി വന്ന ആഭരണങ്ങളായത്. അതാ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതണിയുന്നവർക്കും ആ ഒരു സത്യസന്ധത ഉണ്ടാവണം. എന്നാലേ അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കൂ. ഇതിന്റെ മൂല്യം എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇത് എത്ര വിലമതിക്കുന്നതാണെങ്കിലും ശരി, ഇതെന്റെ മൂത്ത മരുമകൾക്കുള്ളതാ. സത്യമേ, ഇതൊന്നും വേണ്ട. എനിക്ക് ഈ കാണിക്കുന്ന സ്നേഹം മാത്രം മതി. ഞാൻ അതൊക്കെ സത്യമയിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. മോളെ, ഇതെന്റെ ഒരു സന്തോഷത്തിനാ, ഒരു സ്നേഹ സമ്മാനം. ഇത് നീ അണിയണം. എന്റെ ഒരു ആഗ്രഹമാ. ഇതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാ. പക്ഷെ അതാത് സമയത്ത് കാലവും സമയവും ഒത്തുവരുമ്പോ ഞാനിതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കും. പക്ഷേ ഇത് ഞാൻ മനസ്സറിഞ്ഞു തരുന്നതാ. എന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് ഞാൻ തരുന്ന സമ്മാനം. മോളെ, ശ്യാമ ഇട്ട് കൊടുക്ക. ചെല്ല. ശാരദമ്മേ, മാല ഇഷ്ടമായോ? സ്നേഹത്തിന്റെ മാറ്റം എങ്ങനെയാ സത്യമേ അളക്കാൻ പറ്റുക? ഇതിന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം സത്യാമ്മ മരുമോൾക്ക് കൊടുക്കുന്ന സ്നേഹം തന്നെയാ ഇത്. ഇതൊക്കെ സ്വപ്നമാണെന്നുള്ള ആശങ്കയില്ല അമ്മേ ഞാൻ. എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ വെട്ടി തുറന്ന് പറയുന്നേ ഉള്ളൂ. സത്യാമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാനും പറയാനും ഒന്നും അവർക്ക് സാധിക്കില്ല. ഇപ്പൊ സത്യാമ്മ കാണിക്കുന്നതും അവരുടെ മകനോടുള്ള അവരുടെ ഇഷ്ടമാ. ആ ഇഷ്ടം ഇപ്പൊ നിന്നോടും ഉണ്ടായി. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി മോളെ. എല്ലാം കലങ്ങിത്തെളിയാൻ ഈശ്വരനായിട്ട് തന്നെയാ ഓരോന്ന് ഒരുക്കി കൊണ്ടുവരുന്നതും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയൂലേ, അത് തന്നെയാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. ഭാഗ്യം ഫോൺ കയ്യിലെടുക്കാത്തത്. ഇപ്പൊ എല്ലാ പ്ലാനും പൊളിഞ്ഞാനാ. പക്ഷെ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സത്യേ, ജോലി തിരക്കായിരിക്കും. ഇത് പപ്പയുടെ ഫോണാണല്ലോ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരായിരിക്കും ഇത്? സത്യമാണല്ലോ വിളിക്കുന്നത്. ഇത് എവിടെ നിന്നാ വിളിക്കുന്നത്? ഫോൺ വിളിച്ച് പരസ്പരം കളിക്കുകയാണോ?
ഫോൺ എടുക്കാത്തത്? ഈശ്വര, ആരോ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ എത്ര നേരമായിട്ട് അച്ഛനെ വിളിക്കുവാന്നറിയോ? അച്ഛൻ എപ്പോഴാ വരുന്നേ? എന്താ അച്ഛൻ മിണ്ടാത്തെ? എന്നാ ഇനി അച്ഛൻ വരുന്നേ? അച്ഛൻ വരുമ്പോ എനിക്കൊരു പാവ കൊണ്ടുവരണേ. സംസാരിക്കണ മിക്കി മൗസ്. ഇവിടെ പപ്പിയുടെ കയ്യിൽ സംസാരിക്കുന്ന പാവയുണ്ട്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഹലോ? അപ്പോ സത്യയുടെ അച്ഛനെന്നും പറഞ്ഞു വിളിക്കുന്നത് ഈ ഫോണിൽ നിന്നായിരുന്നോ? അച്ഛാ, ഹലോ. അപ്പൊ അതാരായിരിക്കും അച്ഛന്റെ ശബ്ദത്തില് സത്യയോട് സംസാരിച്ചത്? പപ്പിയായിരിക്കാൻ വഴിയില്ല. പിന്നെ ആര്? അയ്യോ, കട്ടാക്കിയല്ലോ. ഇനി ജോലി തിരക്കായിരിക്കോ?